മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഗുഡ്നസ് TV നിങ്ങൾക്കായി ഒരുക്കുന്ന പ്രഭാത വിരുന്നിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ഒരു പുതിയ പ്രഭാതത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുക. ഇന്നലെ ഒഴുകിയ ജലമല്ല ഇന്നൊഴുകുന്നത്, ഇന്നലെ വീശിയ കാറ്റല്ല ഇപ്പോൾ വീശുന്നത്, ഇന്നലെ വിരിഞ്ഞ പൂവല്ല ഇപ്പോൾ പുഞ്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പം എല്ലാം പുത്തന്, എല്ലാം നവീകരിക്കപ്പെട്ടതാണ്. പുതിയ ദിനത്തിൻ്റെ അനുഭവങ്ങൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണുക. നമ്മുടെ ഉള്ളിൽ തന്നെ ഈ അനുഭവമുണ്ട്. ഇന്നലത്തെ ചിന്തകളെല്ലാം പോയില്ലേ? നമ്മളിന്ന് ഉണർന്നെഴുന്നേറ്റപ്പോൾ കുറേ പുതിയ ചിന്തകൾ ആണ് നമ്മുടെ മനസ്സിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുക എന്ന് നമുക്കറിയാം. 139 സങ്കീർത്തനത്തിലെ 1-ാമത്തെ വാക്യത്തിൽ എല്ലാം അറിയുന്നവനായ ദൈവത്തെക്കുറിച്ചാണ് പറയുക. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ചരിക്കുന്നതും ചിന്തിക്കുന്നതുമെല്ലാം അറിയുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണുകളിൽ നമുക്ക് രക്ഷപ്പെടാനാവില്ല. ദൈവമെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, നമുക്ക് ആവശ്യമുള്ളതെല്ലാം തന്നുകൊണ്ടിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ ചിന്ത കൊണ്ട് നമ്മുടെ മനസ്സുകളും ഹൃദയങ്ങളും നമുക്ക് ഈ സമയം നിറയ്ക്കാം. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. ഇന്ന് അർപ്പിക്കപ്പെടുന്ന എല്ലാ വിശുദ്ധ കുർബാനകളോടും ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലൂടെ, പരിശുദ്ധ അമ്മയാണല്ലോ നമ്മുടെ മധ്യസ്ഥ, അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ ഈ ദിവസത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു നിയോഗം പോലെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ നിറയാൻ നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. നമ്മൾ വചനം കേൾക്കുമ്പോൾ ഈ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ നിറഞ്ഞ് കവിയട്ടെ. ആ സ്നേഹത്തിലാണ് നമുക്ക് ഈ ദിവസം പുലരേണ്ടതായിട്ടുള്ളത് എന്ന് നമ്മൾ ഓർക്കുന്നു. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്ന് നമ്മൾ നമ്മുടെ ചിന്തകളുടെ അടിസ്ഥാനമായിട്ട് എടുക്കുന്നത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനത്തിലെ 4-ാമത്തെ അധ്യായം 8 മുതലുള്ള വാക്യങ്ങളാണ്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം അടങ്ങിയിരിക്കുന്നത്. നമ്മളോട് ഏറെ തൊട്ടു നിൽക്കുന്ന വചനഭാഗമാണിത്. നമുക്കിതിനോട് ചേരുന്ന കുറേ നല്ല ചിന്തകളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഏകാഗ്രതയോടെ നമുക്കിത് പങ്കുചേരുകയും ചെയ്യാം. ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തെ സ്നേഹമെന്ന് 2 പദത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ ഒതുക്കി വയ്ക്കുകയാണ്. ആ സ്നേഹ അനുഭവം നമുക്ക് ഈ ശുശ്രൂഷയിലൂടെ ഹൃദയത്തിൽ നിറയാനിടയാകട്ടെ. പണ്ടൊരു ഗുരുവിൻ്റെ പക്കലൊരു അമ്മ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൻ മരിച്ചുപോയി. കരയുകയാണ് അമ്മ. ഗുരു അപ്പോൾ ആ സ്ത്രീയോട് പറഞ്ഞു, നിന്നെ ആശ്വസിപ്പിക്കുവാനോ മരിച്ചുപോയ നിൻ്റെ മകനെ തിരികെ തരാൻ എന്നെക്കൊണ്ടാവില്ല, പക്ഷേ നിൻ്റെ കണ്ണുനീരിനെ വിശുദ്ധീകരിക്കാൻ എന്നെക്കൊണ്ടാവും. നമുക്കൊരുപാട് കണ്ണുനീരും ദുഃഖവുമൊക്കെ തോന്നുന്ന പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാകാം. അതെല്ലാം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവം ആ കണ്ണുനീരുകളെ വിശുദ്ധീകരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള വലിയ കൃപകൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിതിൽ പങ്കുചേരാം. അപ്പോൾ നമ്മുടെ നിയോഗം അങ്ങനെയൊക്കെ ആകട്ടെ.
ഒരു സ്നേഹിക്കുന്ന ദൈവമുണ്ടെന്നറിയുക. ഞാനൊരു സംഭവം പറയാം. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനൊരു ഇടവകയിൽ, ഒരു വലിയ ഇടവകയാണ്, 700-800 വീട്ടുകാരൊക്കെ ഒരു വലിയ ഇടവക. അത് ഈ നമ്മുടെ കുടിയേറ്റ പ്രദേശങ്ങളിലാണ്. അവിടെ ഞാൻ യുവജനങ്ങൾക്ക് വേണ്ടി ഒരു ധ്യാനത്തിന് പോയി. വികാരിച്ചും കാര്യമായിട്ട് കയറി ഇറങ്ങി നടന്ന ആ ഇടവകയിലെ എല്ലാ യുവജനങ്ങളെയും തന്നെ അച്ഛനും കൊച്ചച്ഛനും കൂടെ സംഘടിപ്പിച്ച് ഒരു 400ഓളം കുട്ടികൾ, ചെറുപ്പക്കാരുണ്ട്. ഇന്ന് നമ്മുടെ കുട്ടികൾ, ചെറുപ്പക്കാർ എല്ലാവരും വിദേശങ്ങളിലേക്ക് പോയില്ല. അന്ന് കുട്ടികൾ ധാരാളം ഉള്ളൊരു കാലമാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരെല്ലാവരും കൂടെ വന്നു. ആദ്യം ഒരു സെമിനാർ പോലെ അല്ലെങ്കിൽ ധ്യാനം പോലെയുള്ള ഒരു പൊതുക്കാര്യത്തിന് വരുന്നതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അവരെല്ലാം വന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നടന്നു വന്നിട്ട് മണിയടിച്ചപ്പോൾ എല്ലാവരും പള്ളിക്കകത്ത് കയറി. ഞാൻ നോക്കിയപ്പം ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് ആകർഷിച്ച് കൊണ്ടുവരണമല്ലോ. അതുകൊണ്ട് ഒന്ന് രണ്ട് നല്ല പാട്ടുകളൊക്കെ പാടി അങ്ങനെ അതിലൊക്കെ അവർ പങ്കുചേർന്നു. നമുക്ക് ഇന്നത്തെ പോലെയുള്ള നല്ല പാട്ടുകൾ അന്നില്ല. ഒരു കണക്കിന് ഓർത്താൽ നമ്മുടെ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനമൊക്കെ വന്നേ പിന്നെ നമുക്ക് ഒരുപാട് ജനത്തിന് പാടാൻ പറ്റിയ ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ടായത്. അങ്ങനെ പാട്ടൊക്കെ പാടി. പിന്നെ ഞാൻ ഓർത്തു, ഏതായാലും ഒരു കട്ടിയുള്ള വിഷയം ഇവരോട് പറയണമല്ലോ. അപ്പം ഞാനതുകൊണ്ട് ബൈബിളിലെ ദൈവസങ്കല്പങ്ങളെക്കുറിച്ച് പറയാം എന്ന് വിചാരിച്ചു. ബൈബിളിലെ ദൈവസങ്കല്പം അല്പം കട്ടിയുള്ള വിഷയമാണ്. ഞാനതൊക്കെ വളരെ ഭംഗിയായിട്ടൊക്കെ നോട്ടൊക്കെ കുറിച്ച് അവതരിപ്പിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ ചെറുപ്പക്കാരെല്ലാം കേട്ടിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരു ചെറുപ്പക്കാരൻ എൻ്റെ കുറേ മുമ്പിൽ അവിടെ ഇരിപ്പുണ്ട്. അവരിതിങ്ങനെ ഒരു വാക്യം പറഞ്ഞു ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. എല്ലാവരും നിലത്തായിട്ടിരിക്കുന്നത്. അന്ന് ബെഞ്ചും ഒന്നും പള്ളിയിലില്ല. അപ്പോൾ എല്ലാവരും നിലത്തിരുന്നുകൊണ്ട് ആ വാക്യം ഇങ്ങനെയായിരുന്നു: നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിൻ്റെ ജീവന് പകരമായ ജനതകളെയും ഞാൻ നൽകുന്നു. ആദ്യ ഭാഗം ശ്രദ്ധിക്കണേ. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനനും പ്രിയങ്കരനുമാണ്. ദൈവം പറയുകയാണ്. ഈ ചെറുപ്പക്കാരൻ ആ വാക്യം കേട്ടു. ആ വാക്യം കേട്ടിട്ട് അവനത് ശ്രദ്ധിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഞാൻ എൻ്റെ അന്നത്തെ ധ്യാനമെല്ലാം അവസാനിപ്പിച്ച പ്രാർത്ഥനയൊക്കെ ചൊല്ലി അവസാനിപ്പിച്ച ചെറുപ്പക്കാരെല്ലാവരും പോയി. ഈ പയ്യൻ പോകാൻ നിൽക്കുകയാണ്. ഒരു 10-22 വയസ്സ് പ്രായമുള്ള സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ അവൻ എന്നോട് വന്നു, അച്ഛൻ ഇടയ്ക്കൊരു ദൈവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഏശയ്യാ പ്രവാചകനോ ആരോ ഒരു പ്രവാചകൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് ബൈബിളിലുള്ളതാണോ? ഞാൻ പറഞ്ഞു, നിൻ്റെ ബൈബിളുണ്ടോ? അവൻ ബൈബിൾ കൊണ്ടുവന്നില്ലായിരുന്നു. അവൻ കൂട്ടുകാരൻ്റെ ഒരു ബൈബിളും വാങ്ങിച്ച് എൻ്റെ അടുത്ത് വന്നു. അപ്പം ഞാൻ കൃത്യം ഇത് പറഞ്ഞ് അവനെ കേൾപ്പിച്ചു. അതായത് ഇങ്ങനൊരു വാക്യം അവനെയും വീണ്ടും അത് വായിച്ചു. 43:4 വായിച്ചു ഏശയ്യാ പ്രവാചകൻ്റെ. അവനതൊക്കെ ഇങ്ങനെയൊക്കെ വായിച്ചൊക്കെ നോക്കിയിട്ട് പോയി. പിറ്റേ ദിവസം കുറേ താഴെയിരുന്ന് ചെറുപ്പക്കാരൻ തൊട്ട് മുമ്പ് വന്നിരിക്കുകയാണ്. അവൻ ആ ധ്യാനം മുഴുവൻ വളരെ ഭംഗിയായിട്ട് കൂടി വളരെ നല്ലൊരു ആന്തരിക ആത്മീയ അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ധ്യാനമൊക്കെ തീർന്ന് ഞാൻ എൻ്റെ വഴിക്ക് പോയില്ലേ. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അതിനടുത്തൊരു ഇടവകയിൽ ഒരു ജനുവരി മാസം ഒരു പള്ളിപ്പെരുന്നാളിന് പോയി. അപ്പോൾ കുരിശുപള്ളിയിൽ പ്രദക്ഷിണം എത്തിക്കഴിയുമ്പോൾ ഒരു പ്രസംഗം പറയാനുണ്ട്. അതാണ് എനിക്ക് ഉള്ള ശുശ്രൂഷയുടെ ഭാഗം. ഞാൻ ആ രതീഞ്ഞും കഴിഞ്ഞ് പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് പ്രസംഗമൊക്കെ കഴിഞ്ഞ് പോകാനായിട്ട് അവിടെ നിൽക്കുമ്പം ഈ ചെറുപ്പക്കാരൻ പാഞ്ഞു വന്നു എൻ്റെ അടുത്ത്. അച്ഛാ, എന്നെ അറിയോ അച്ഛാ? അയ്യോ, എത്രയോ ചെറുപ്പക്കാരൻ നമ്മൾ കാണുന്നു. ഞാൻ മറന്നുപോയിരുന്നു. ഞാൻ ആ ചെറുപ്പക്കാരനോട് ഇങ്ങനെ അന്വേഷിച്ച് പറഞ്ഞു, അച്ഛൻ പണ്ടേ ധ്യാനത്തിന് ഞങ്ങളുടെ ഇടവകയിൽ വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ബൈബിളുമായിട്ട് ഓടി വന്ന് ഓർക്കുന്നുണ്ടോ? അവനാ അച്ഛാ ഞാൻ. എന്തൊരു സന്തോഷം അവൻ എന്നെ കണ്ടപ്പോൾ. അവനോട് ചോദിച്ചു, അപ്പം നീ ഇപ്പോൾ എന്തെടുക്കുന്നു? ഞാൻ ഒരു മതാധ്യാപകനാണ്. BA വരെ പഠിച്ച ഈ ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ അവനൊരു ജ്യേഷ്ഠനുണ്ട്, ഇളയ 2 പെങ്ങന്മാരുണ്ട്. അവൻ്റെ അപ്പൻ മരിച്ചു പോയതാണ്. ഈ കുടിയേറ്റ മേഖലയിൽ 10 ഏക്കറോ അതിനടുത്തോ നല്ല കൃഷിഭൂമിയുണ്ട്. അത് നോക്കി നടത്താൻ 2 പേരുടെങ്കിലും തികയില്ല. ഇവനെ ഇതെല്ലാം ഏൽപ്പിച്ചിട്ട് അവൻ്റെ അപ്പം മരിച്ചുപോയി. അവൻ്റെ ജ്യേഷ്ഠൻ B.Ed ഒക്കെ പഠിച്ചിട്ട് അധ്യാപകനായിട്ട് കുറച്ച് അകലെ ജോലി ചെയ്യുന്നു, സ്കൂളിൽ ജോലി ചെയ്യുന്നു. അവൻ്റെ ഭാര്യയും ടീച്ചറാണ്. അപ്പോൾ ഈ അമ്മ, ഭർത്താവ് മരിച്ച സ്ത്രീ പലപ്പോഴും ഇവനെല്ലാ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത്. ചിലപ്പോൾ എല്ലായിടത്തും എത്തിച്ചേർന്ന് വരില്ല. അപ്പോൾ അവനോട് ഇങ്ങനെ പലപ്പോഴും അവനെ ശാസിക്കാറുണ്ട്. എടാ, നിൻ്റെ ചേട്ടനെ കണ്ടുപഠിക്കും, നീ അവനാണ് ഇപ്പം എത്ര രൂപ ശമ്പളം കിട്ടുന്നിറക്കോ, നീ BA വരെ ഇങ്ങനെ കുറേ അവനെ ശാസിച്ചും കുറ്റപ്പെടുത്തിയും അവനൊരു വിലയില്ല, അവൻ വേണ്ടത്ര കൊള്ളാവുന്നവനല്ല എന്ന രീതിയിൽ അമ്മ ഇവനെ കുത്തിപ്പറയും. അതൊക്കെ അവൻ്റെ മനസ്സിന് മുറിവാണ്. അപ്പം നമ്മൾ വിചാരിക്കും ശാസിക്കുന്നതെല്ലാം നന്മയ്ക്കായിട്ട് വയ്ക്കുന്നു. അങ്ങനെയൊന്നുമില്ല. പലർക്കും ഈ ശാസനകളൊക്കെ മനസ്സിന് മുറിവായിട്ട് വരുന്നുണ്ട് എന്ന് ഈ ശാസിക്കുന്നവരെ ഓർത്തിരുന്നത് നല്ലതാണ്.
മുറിപ്പെടുന്ന രീതി നമ്മൾ ആരെയും ആ രീതിയിൽ ആരും സംസാരിക്കരുതെന്നൊരു പാഠം കൂടി നമ്മുടെ മനസ്സിൽ ഓർക്കാം. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, അമ്മ ഇങ്ങനെ പറഞ്ഞു, ആ പറഞ്ഞു, എൻ്റെ അച്ഛൻ ജീവിക്കുന്നത് പോലും എനിക്കൊരു വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇളയ 2 പെങ്ങന്മാരുണ്ട്, അവർ നന്നായിട്ട് പഠിപ്പിച്ച് അവരെ നല്ല രീതിയിലാക്കണമെന്നൊരു ഒറ്റ ചിന്ത കൊണ്ട് മാത്രമേ ഞാൻ ഈ കൃഷിഭൂമിയിലൂടെയൊക്കെ നടക്കുക. സാമ്പത്തികമായിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവന് ഇത്രയും ഭൂമിയും കാര്യങ്ങളൊക്കെ ഉള്ളവനാണ്. എന്നിട്ട് നീ എന്തുകൊണ്ടാണ് സൺഡേ സ്കൂൾ അധ്യാപകനായത്? അപ്പോൾ അവൻ എന്നോട് പറയുക, അച്ഛാ, ഈ ഇടവകയിൽ 700-800 വീട്ടുകാരുണ്ട്, എല്ലാ വീട്ടിലും മക്കളുണ്ട്. എന്നെപ്പോലെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നറിയാതെ മനസ്സ് നുറുങ്ങി ഈ ഇടവകയിൽ ഒരു കൊച്ചു കുഞ്ഞു പോലും വളരാൻ ഇടവരരുത്. അതുകൊണ്ട് സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ മതാധ്യാപകനായത്. ഞാനിതെല്ലാവരും പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഒരു ചെറുപ്പക്കാരന് ബോധ്യമാവുകയാണ്, സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഞാൻ മാത്രം അറിഞ്ഞാൽ പോരാ, എൻ്റെ ഇടവകയിൽ, എൻ്റെ തലമുറയിൽ ഈ പിഞ്ചു മക്കളെല്ലാവരും സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഓർത്ത് അങ്ങനെ വളരണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ മതാധ്യാപകനാണ്. ഞാൻ ഈ സംഭവം ഉണ്ടല്ലോ പലരോടും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഈ ടീച്ചേഴ്സിൻ്റെയൊക്കെ അല്ലെ മതാധ്യാപകരൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് പോകും, നിങ്ങൾ എന്തുകൊണ്ടാണ് മതാധ്യാപിക ആയിരിക്കുന്നത് ചോദിച്ചാൽ ഇതാ എൻ്റെ ഉത്തരം. സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കാൻ, അത് അനുഭവത്തിലൂടെ, പാഠങ്ങളിലൂടെ, തത്വങ്ങളിലൂടെ ഒക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഒരു മതാധ്യാപകനോ അധ്യാപികയോ ആയിരിക്കുക എന്ന് പറയുന്നത്. എത്ര മഹത്തരമാണ് ആ ഒരു ആശയമെന്ന് ഓർത്തു പോവുകയാണ്. അതുപോലെ നമുക്കറിയാം, സ്നേഹിക്കുന്നു എന്നറിയുമ്പോഴല്ലേ നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നത്. ഇതൊരു സാമാന്യ തത്വമാണ്. സ്നേഹിക്കുന്നു എന്നറിയുമ്പോൾ നമ്മൾ ജീവിക്കാൻ തുടങ്ങും. ഞാൻ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു കാര്യം എടുത്തിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഉദാഹരണത്തിന്, ഒരു നല്ല ഭാര്യയും ഭർത്താവുമുണ്ട് എന്ന് വിചാരിച്ചോളൂ. ആ ഭർത്താവ് എന്നും പുറത്ത് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ രാവിലെ തന്നെ ഭാര്യ ഭക്ഷണവും എല്ലാം റെഡിയാക്കി ഭർത്താവിന് കൊടുക്കും. തലേദിവസത്തെ വസ്ത്രങ്ങളെല്ലാം പിറ്റേ ദിവസത്തേക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെക്കും. അങ്ങനെയെല്ലാം പോകുന്ന ഒരു ദിവസം എന്തോ പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോൾ ഒരു കാര്യം ശരിയാകാതെ വന്നപ്പോൾ ഭാര്യയോട് എന്തോ ശാസിച്ച് ഭർത്താവ് പറഞ്ഞു. അപ്പോൾ അതൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ സ്ത്രീയും എന്തോ, എൻ്റെ കഥയാകട്ടോ, പറഞ്ഞു എന്ന് വിചാരിക്കും. അപ്പോൾ ആ ഭാര്യ ഭർത്താവിനോട് അല്പം നീരസം പുലർത്തി അന്ന് ഭർത്താവിന് വേണ്ടി ഒന്നും ചെയ്തില്ല എങ്കിൽ പോലും ഭർത്താവ് അങ്ങ് പോയി കഴിയുമ്പോൾ സ്നേഹത്തോടെ ജീവിക്കുന്ന ഭാര്യ എന്തു ചെയ്യും? ആ ഭർത്താവിന് വേണ്ടി എല്ലാം ഒരുക്കി വയ്ക്കും, ആ വസ്ത്രങ്ങൾ കഴുകി വയ്ക്കും, ഭക്ഷണം തയ്യാറാക്കി വയ്ക്കും. ഭർത്താവ് വരുന്നോടും വരെ വൈകുന്നേരം കാത്തിരിക്കില്ലേ? ഇതല്ലേ നിങ്ങളുടെ സാമാന്യ അനുഭവം എന്നൊക്കെ പറയുക. സ്നേഹിക്കുന്നു എന്ന് അറിയുമ്പോഴാണ് നമ്മൾ ജീവിക്കാൻ തുടങ്ങുക എന്ന സാമാന്യ തത്വം. ദൈവം സ്നേഹിക്കുന്നു എന്ന് അറിയുമ്പോഴാണ് നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുക. ഗലാത്യ ലേഖനം 2:20 നിങ്ങൾ വായിക്കണേ. ഇനിയുള്ള എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് പൗലോസ് പറഞ്ഞു പോകുന്ന കാര്യം എൻ്റെ ക്രിസ്തുവിന് വേണ്ടിയുള്ള എൻ്റെ ജീവിതമാണ്. എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത യേശുക്രിസ്തുവിനെ പ്രതിയുള്ള ജീവിതമാണ്. നോക്കണേ, സ്നേഹിക്കുന്നു എന്നറിയുമ്പോൾ ജീവിക്കാൻ തുടങ്ങുകയാണ്. നമുക്ക് പലപ്പോഴും ദൈവാനുഭവം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ പലപ്പോഴും മറന്നു പോവുക. നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ നടക്കുകയല്ലേ? അല്ല, ദൈവം സ്നേഹിക്കുന്നു എന്നറിയുമ്പം ദൈവത്തിന് വേണ്ടി ജീവിക്കും. എവിടുന്ന സഹോദരി ഇതിനുള്ള പ്രചോദനം നമുക്ക് കിട്ടുക? നോക്കണം കുരിശിലേക്ക്, കുർബാനയിലേക്ക് നമ്മൾ നോക്കണം. അപ്പം നമ്മൾ കണ്ടെത്തുന്ന ഒരുപാട് കാര്യമുണ്ട്. യോഹന്നാൻ സുവിശേഷം 10:10 അവിടെ പറയും, കർത്താവ് നല്ല ഇടയനാണ്, അവൻ ആടുകൾക്ക് വേണ്ടി ജീവൻ പോലും ബലി കൊടുക്കുന്നു. അങ്ങനെയാണ് അവൻ സ്നേഹിക്കുക. ആ സ്നേഹത്തിൻ്റെ അനുഭവം മുഴുവനുമാണ് നമ്മൾ ഈ കുർബാനയെ കണ്ടെത്തുക. കുരിശിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വേണ്ടി ബലിയായി തീർന്നവൻ നമ്മൾ കാണും. അവൻ്റെ ആ ജീവിത ബലിയാണ് നമ്മൾ കുരിശിൽ അർപ്പിക്കുക. എന്നും അൾത്താരയിൽ തൻ്റെ ശരീരവും രക്തവും പാപിയാണോ പുണ്യവാനാണോ എന്ന പരിഗണന കൂടാതെ മുറിച്ച് പങ്കുവയ്ക്കുന്ന യേശുവിൻ്റെ സ്നേഹമാണ് ഓരോ കുർബാനയിലും നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ദൈവം സ്നേഹിക്കുന്നുവെന്നറിയാൻ വലിയ ഗ്രന്ഥങ്ങളൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. വിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് നോക്കിയാൽ മതി. ആ കുരിശിലും ആ അൾത്താരയിലെ തിരുവപ്പത്തിലും കാസയിലുമൊക്കെ ദൈവത്തിൻ്റെ സ്നേഹം ഉറഞ്ഞുകൂടി നിൽക്കുന്നു. തമ്പുരാൻ്റെ സ്നേഹം മുഴുവൻ ഉറഞ്ഞുകൂടി അപ്പമായി തീർന്നതാണ് നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന എന്ന അപ്പം. കർത്താവിൻ്റെ ജീവിതം മുഴുവൻ ത്യാഗമായ ബലിയായി അർപ്പിക്കപ്പെട്ടതാണ് കുരിശിൽ നമ്മൾ കാണുക. ഇത് രണ്ടും ചേരുന്നതല്ലേ വിശുദ്ധ കുർബാന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും നമ്മൾ ദേവാലയത്തിൽ പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈ ദൈവത്തെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളും സങ്കല്പങ്ങളും ഒപ്പം അനുഭവങ്ങളും ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ ഹൃദയത്തിൽ നിറയാൻ നമുക്ക് ഇടയാകട്ടെ. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുക.
റോമാലേഖനം 5:7 അങ്ങനെ അവർ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നമുക്കൊരു നിമിഷം നിശബ്ദതയിലേക്ക് വരാം. എന്നിട്ട് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിൻ്റെ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ. നിൻ്റെ സ്നേഹത്തെ എപ്പോഴും തിരസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് നിൻ്റെ വലിയ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ എന്നിലേക്ക് നിറച്ച് നിന്നെ സ്നേഹിച്ച് ജീവിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ആമേൻ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ്. ഈശോ നമ്മോട് പറയും, പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നു. അവിടുന്ന് തന്നെക്കുറിച്ച് തന്നെ പറയും, ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഈ സ്നേഹം നമ്മിൽ നിറയാൻ പിതാവേ, രക്ഷകനായ യേശുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ദൈവത്തെ സ്നേഹിക്കുന്ന സകല വിശുദ്ധരോട് നമുക്ക് ഈ സമയം ചേരാം. ദൈവത്തെ സ്നേഹത്തോടെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന മാലാഖമാരോട് നമുക്ക് ചേരാം. നമ്മുടെ പേരിൻ്റെ കാരണഭൂതനായ പുണ്യവാനോടോ പുണ്യവതിയോടോ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവസ്നേഹം നമ്മൾ നിറയ്ക്കണമേ എന്ന്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഒരു ജന്മം മുഴുവൻ, ജീവിതം മുഴുവൻ സഹിച്ച് സ്നേഹിച്ച് ജീവിച്ച പരിശുദ്ധ അമ്മയാണ് ദൈവസ്നേഹത്തിൻ്റെ പാഠങ്ങൾ നമുക്ക് മാതൃകയായി കാട്ടിത്തന്നിരിക്കുന്നത്. അമ്മയ്ക്ക് ശുശ്രൂഷ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മരിയം കൂടാരങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ നമുക്ക് ദൈവത്തിനു മുമ്പ് സമർപ്പിച്ച് എല്ലാവരിൽ നിന്ന് കർത്താവിൻ്റെ കൃപ നിറയാനായിട്ട് നമുക്ക് പ്രത്യേകം ഈ സമയം അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടും പുത്രനായ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടും പരിശുദ്ധാത്മാവ് നമ്മൾ നിറയ്ക്കുന്ന ദൈവസ്നേഹം കൊണ്ടും നിറയപ്പെടാൻ ഇടയാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ സമയം ഞങ്ങൾ അർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും അങ്ങയുടെ സ്നേഹത്തിലൂടെ ഞങ്ങൾക്ക് അത് എല്ലാം തരയണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്നേഹിക്കുന്നവരായ ഞങ്ങൾ നിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാനും പങ്കുവയ്ക്കുവാനും നിന്നെ സ്നേഹിച്ച് ജീവിക്കാനും ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. തിരുവീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന, നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന
കുരിശിലെ യാഗത്തിൻ അർത്ഥമെന്ത്? അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം, അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? രഹസ്യമെന്ത്? ഒരുപാടത്ഭുതങ്ങൾ നീ ചെയ്തു, അടയാളങ്ങളാൽ കൺ തുറന്നു. ഒരുപാടത്ഭുതങ്ങൾ നീ ചെയ്തു, അടയാളങ്ങളാൽ കൺ തുറന്നു. അതിലും മഹോന്നതം സുന്ദരം സൗഭാഗ്യം, അതിലും മഹോന്നതം സുന്ദരം സൗഭാഗ്യം. അവിടുത്തെ നിശബ്ദമാം സ്നേഹമല്ലോ, എളിമതൻ അതിസൗമ്യഭാവമല്ലോ. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? രഹസ്യമെന്ത്? കാനായിലെ വെള്ളം വീഞ്ഞായി, കടലിനു മീതെയും നീ നടന്നോ. കാനായിലെ വെള്ളം വീഞ്ഞായി, കടലിനു മീതെയും നീ നടന്നോ. പ്രകൃതി പദാർത്ഥമെല്ലാം നിൻഹിതം പോൽ മാറി, പ്രകൃതി പദാർത്ഥമെല്ലാം നിൻഹിതം പോൽ മാറി. അവിടുന്നിൽ ദൈവസ്വരം കേട്ടറിഞ്ഞു, എളിമയോടവയെല്ലാം അനുസരിച്ചു. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന, നാറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന കുരിശിലെ യാഗത്തിൻ അർത്ഥമെന്ത്? അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം, അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം. മുന്തിരി വീഞ്ഞിനെ തൻ
വ്യക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? 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 നമുക്ക് ആശീർവാദത്തിന് വേണ്ടി ശിരസ്സുകൾ നമിച്ച് നിൽക്കാം. സ്നേഹം തന്നെയായ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മെ സ്നേഹിച്ചതുകൊണ്ട് ജീവൻ പോലും ബലി കഴിച്ച് വിശുദ്ധ കുർബാനയായി തീർന്ന കർത്താവായ ഈശോ മിശിഹായുടെ സ്നേഹവും ദൈവത്തിൻ്റെ സ്നേഹം മുഴുവനും നമ്മുടെ ഹൃദയത്തിലേക്ക് ചുറ്റും നമ്മളെ അനുകരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും കൃപയും നിങ്ങളിലും നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിറയാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല പ്രഭാതവും സ്നേഹം കൊണ്ട് നിറഞ്ഞ ഹൃദയവും മനസ്സും ഇന്ന് നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആമേൻ.